بسم الله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദ് അവർ മറ്റു കാരണവന്മാരെ പ്രിയം സുഹൃത്തുക്കളെ, ആരംഭപ്പൂവായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1499 ജന്മദിനത്തോടനുബന്ധിച്ച് ഖുതുബുൽ ആലം ദർസ് വിദ്യാർത്ഥികൾ നടത്തുന്ന മീലാദ് പ്രോഗ്രാമിലാണ് നാം ഏവരും നിലകൊള്ളുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രവർത്തനങ്ങളും നമ്മിൽ നിന്ന് കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിൽ, അവിടുത്തെ ഖൽബിൽ ഇടം പിടിക്കാൻ ഈ ഒരു സംരംഭം കാരണമായി തീരുമാറാവട്ടെ. ആമീൻ. നാമവുമായി ദുആ ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നാം ഈ സംബന്ധിക്കുന്ന ഈ ഒരു മജ്‌ലിസ് ഇതുപോലെ മറ്റൊരു നേതാവിന്റെ മജ്‌ലിസ് നമുക്ക് കാണാൻ സാധ്യമാവുകയില്ല. ലോകത്ത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലാതെ മറ്റൊരു നേതാവിന്റെയും ഒരു മീലാദ് സദസ്സ് എവിടെയെങ്ങും നാം നോക്കിയാലും നമുക്ക് കാണാൻ സാധ്യമാവുകയില്ല. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. ലോകത്ത് എവിടെയൊക്കെ മുഅ്മിനീങ്ങളുണ്ടോ അവിടെയൊക്കെ റബീഉൽ അവ്വൽ മാസം വന്നാൽ അവർക്ക് 1 മുതൽ ആ മാസം തീരുന്നത് വരെ പെരുന്നാളാണ്. അതിന് മുന്നേ തന്നെ അവർക്ക് ആ ഒരു മാസത്തിലേക്ക് ഒരുങ്ങും. നമ്മളൊക്കെ റബീഉൽ അവ്വൽ ആ മാസം പിറക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെയൊക്കെ മാഷാ അല്ലാഹ് മുത്തല്ലിമീങ്ങളൊക്കെ ഒരുങ്ങി, നാട്ടുകാരും മുത്തല്ലിമീങ്ങളൊക്കെ ഒരുങ്ങി, പള്ളിയിലും പള്ളിയുടെ പരിസരത്തൊക്കെ ലൈറ്റും മറ്റു വിഷയങ്ങളും അതിന്റെ പിരിവായിട്ടും മറ്റുമായൊക്കെ റബീഉൽ അവ്വൽ പിറക്കുന്നതിന് മുന്നേ തന്നെ നാം ഒരുങ്ങിയിട്ടുണ്ട്. ഏത് സ്ഥലത്ത് നോക്കിയാലും അങ്ങനെ തന്നെയാണ്. റബീഉൽ അവ്വൽ പിറക്കുന്നതിന് മുന്നേ തന്നെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാസത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങും. അത് മുഅ്മിനീങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഇതാണ് അവസ്ഥ. ചില ഇന്ത്യക്ക് പുറത്തുള്ള ചില സ്ഥലങ്ങളിലൊക്കെ അവരുടെ മീലാദ് റാലികൾ കണ്ടാൽ അത്ഭുതം തോന്നിപ്പോ 10,000-കണക്കിന് ആളുകൾ അണിനിരത്തിക്കൊണ്ടുള്ള വലിയ ഘോരമായ റാലിയാണ് അവരൊക്കെ നടത്തുന്നത്. അതൊക്കെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഹുബ്ബ് കൊണ്ടാണ്. അവിടുത്തെ ഖൽബിൽ അവർ വല്ലാണ്ട് ആശിച്ചു പോയി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ്. എന്താണ് ഇതിനൊക്കെ കാരണം? മുത്തനബി തങ്ങളെ അല്ലാഹു തആല നമുക്ക് ഇറക്കിയതിനാണ്, റഹ്മത്തായിട്ടാണ്, സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നത് കാണാം, ഖുൽ ബിഫദ്ലില്ലാഹി വറഹ്മതിഹി ഫബിദാലിക ഫൽയഫറഹു വഖൈറും മിമ്മാ യജ്മഊൻ. അല്ലാഹുവിന്റെ ഫദ്ൽ, റഹ്മത്ത് കൊണ്ട് വിശ്വാസികൾ സന്തോഷിക്കുക. നബി തങ്ങളോട് പറയാണ്, നബിയെ പറയുക, അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ടും അല്ലാഹുവിന്റെ ഫദ്ൽ കൊണ്ടും മുഅ്മിനീങ്ങൾ, സത്യവിശ്വാസികൾ സന്തോഷിക്കുക. ഈ ആയത്തിനെ ഒരുപാട് മുഫസ്സിരീങ്ങൾ, ഖുർആനിന്റെ വ്യാഖ്യാതാക്കള്, ഖുർആനിന് വ്യാഖ്യാനം കൊടുക്കുന്ന, വിശദീകരണം കൊടുക്കുന്ന ആളുകള് ഈ ഒരു ആയത്തിനെ വിശദീകരിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഇതിനെ വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ എല്ലാ ആളുകളും പറയുന്നു, ഈ ആയത്തിലുള്ള റഹ്മത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. അപ്പൊ നബി തങ്ങളെ കൊണ്ട് സന്തോഷിക്കുക എന്നാണ് അല്ലാഹു തആല ഉദ്ദേശിക്കുന്നത്. ആ സന്തോഷത്തിന്റെ പ്രകടനമാണ് നാം കാണുന്ന ഈ ഒരു വേദിയും അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളൊക്കെ നടക്കുന്നതൊക്കെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാവട്ടെ. നാം ഏത് പ്രവർത്തനം ചെയ്താലും നമുക്ക് അതിനൊരു മാർക്ക് ഇടാൻ സാധ്യമാവുകയില്ല. കാരണം എത്ര ഇഖ്ലാസോടെ കൂടെ ചെയ്താലും എങ്ങനെ ചെയ്താലും അതൊക്കെ സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ അള്ളാഹുവിന്റെ അടുത്ത് മാത്രമേ അത് അറിയുകയുള്ളൂ. വേറെ നമുക്ക് ആർക്കും ഒന്നും തന്നെ ആ ഒരു വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാവില്ല. എന്നാൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ട് ബന്ധിച്ച വിഷയമാണെങ്കിൽ, അവിടുത്തേതുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കുക അള്ളാഹുവിന്റെ അടുത്ത് കൂടിയുണ്ട്.
അള്ളാഹുവിന്റെ അടുത്ത് എന്തായാലും അതിന് കൂലി ലഭിക്കുമെന്ന് നമുക്ക് ഉറപ്പിക്കാമെന്ന് അള്ളാഹു അവന്റെ മലായികത്തും മറ്റ് മുഅ്മിനീങ്ങളായ പണ്ഡിതന്മാരെ ഇമാമുമാരൊക്കെ നമ്മൾ പഠിപ്പിച്ചതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നെല്ലാം സ്വീകരിക്കുമാറാവട്ടെ. ഈ സന്തോഷമായ ഈ ഒരു സംരംഭത്തിൽ എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരാമം കൊടുക്കുന്നു. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.